ഫ്ലാഷ് ബാക്ക്. പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കുട്ടിക്കൊഴിച്ച് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജിന്റെ തന്നെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ എന്റേതായ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലയാള സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആൾ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് 5 പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലയ്ക്ക് കൈ കൊടുത്തനെ. ഇനി അവന്റെ വരവാണ്, സാക്ഷാൽ അഖിൽ മാരാർ, അഖിൽ കട്ടാത്തല. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ ഞങ്ങൾക്കും ഒരാളോട് ചോദിക്കേണ്ടി വരും. ഏതോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. ഏതാടാ അവതാരം? വിളിക്കാല്ലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരുത്. അതേതാടാ അവതാരം? അപരാധ പിറവി അവതാരം അവതാരം. മാരാർ പിന്നെ അനങ്ങുന്നില്ല. ഇത് മോഷൻ പിക്ചർ അല്ലേ, ഇത് വീഡിയോ അല്ലേ ഷൂട്ട് ചെയ്യുന്നേ, അതോ സ്റ്റിൽ ഫോട്ടോ ആണോ? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. പക്ഷെ കത്തി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പോളികാടിന്റെ പച്ചക്കറി കത്തിയില്ലേ, അത് സെയിം സാധനം. എന്നിട്ട് മാരാർ അങ്ങനെ മുക്കുക. പ്രായഭേദമന്യ പയ്യനെ ഏറ്റെടുത്ത് അതെന്താ? ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ? അവളിന്റെ കൂടെ ഒരാണുള്ളതാ. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാണ്. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ആരേലും ഒന്നും ഇത് പറഞ്ഞു നിർത്തറ, ഭ്രാന്തെടുക്കുന്നു. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ പടം പൊട്ടും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.